ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അവസരങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ കടന്നു വരും. നമ്മുടെ ജാഗ്രതക്കുറവ് കൊണ്ട് പലപ്പോഴും നമ്മളത് തിരിച്ചറിയാറില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കടന്നു വന്ന ഒരവസരം ഞാൻ കണ്ടെത്തുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് ജീവിതത്തിലുണ്ടായ ആ പോസിറ്റീവ് ചേഞ്ച് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി. ഒരുപക്ഷെ റിട്ടയർമെൻറ്റിന് ശേഷം സജീവമായ ഒരു ട്രെയിനറായിട്ട് തുടരാനും എൻ്റെ ക്ലാസ് മുറി ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായിട്ട് മാറാനും ഒരു ഇൻഫ്ലുവൻസറായി തുടരാനും എല്ലാം സാധിച്ചതിൻ്റെയും പിന്നിൽ ഈ അവസരമാണ്. അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നല്ല നല്ല ഗിഫ്റ്റുകളില്ലേ, അതെല്ലായ്പ്പോഴും വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് നമ്മുടെ മുന്നിൽ എത്തണമെന്നില്ല. ഈ അവസരങ്ങൾ അതുപോലെ വളരെ ആകർഷകമായി നമ്മുടെ മുന്നിൽ എത്തണമെന്നില്ല. അവസരങ്ങൾ കണ്ടെത്തുന്നത് പലപ്പോഴും പെയിൻഫുള്ളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അത് വേണ്ടാന്ന് വെക്കും. എൻ്റെ സർവീസിലൊരിക്കൽ തൃപ്രയാറുള്ള ശ്രീരാമ പോളിടെക്നിക് കോളേജിലേക്ക് ട്രാൻസ്ഫറായി. ഞാൻ അത്രയും നാൾ വരെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മഹാരാജാസ് കോളേജിലാണ് ജോലി ചെയ്തിരുന്നത്. പെട്ടെന്ന് ട്രാൻസ്ഫർ വന്നപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. രാവിലെ 6:53 ട്രെയിനിൽ പോകണം. പിന്നെ തൃശ്ശൂരെത്തി 1 മണിക്കൂർ തൃപ്രയാർക്കുള്ള യാത്ര. അന്ന് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. 1991 അന്ന് അവിടെ കാനഡ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂഷണൽ കോപ്പറേഷൻ പ്രോജക്റ്റ് നടക്കുന്ന സമയമാണ്. ഞാനവിടെ ചെന്ന് ജോയിൻ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അന്നത്തെ പ്രിൻസിപ്പൽ മാധവൻ സാർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ജോലികൾ എന്നെ ഏൽപ്പിച്ചു. എനിക്ക് വേണമെങ്കിൽ നോ പറയാമായിരുന്നു, കാരണം ഞാൻ ദൂരെ നിന്ന് വരുന്ന ആളല്ലേ. പക്ഷെ ഞാൻ നോ ഒന്നും പറഞ്ഞില്ല. ഞാൻ ആ ജോലി സസന്തോഷം ഏറ്റെടുത്തു. പക്ഷേ അതെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു ഭാഗ്യദേവതയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ എങ്ങനെ ചെയ്തു. പിന്നീടാണ് മനസ്സിലായത് അതിൽ പല ആകർഷകമായ കാര്യങ്ങളും ഉണ്ട്. യാത്രകൾ ചെയ്യാനും ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനും ഇങ്ങനെ പലതരത്തിലുള്ള അവസരങ്ങൾ. അങ്ങനെ ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് 1 മാസം കാനഡയിൽ പോയൊരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടി. അതാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതെന്ന് പറയാം. കാനഡയിലേക്കുള്ളൊരു യാത്ര, അതെൻ്റെ ആദ്യത്തെ വിദേശ യാത്രയായിരുന്നു. വെറുതെ ഒരു രാജ്യം പോയി കണ്ടുവരലല്ല കേട്ടോ. അവിടെ താമസിച്ച് അവരുടെ കൂടെ പരിശീലന പരിപാടികളിൽ പങ്കെടുത്ത് പല കാര്യങ്ങളും മനസ്സിലാക്കി ആ കാര്യങ്ങളിൽ നമുക്ക് പ്രായോഗികമാക്കാവുന്ന നല്ല കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ അന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. അതുമാത്രമല്ല, വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, ജീവിതത്തിലെ വലിയൊരു ഫിലോസഫി അത് ഞാൻ മനസ്സിലാക്കി. നമുക്ക് കൺട്രോളില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കൺട്രോളുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സമയം ഒരുപാട് കുറഞ്ഞു പോകുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ റിസൾട്ട് ഉണ്ടാക്കിയിട്ട് അടുത്ത തലത്തിലേക്ക് കടക്കുക. ഇപ്പോൾ ട്രെയിനിങ്ങിലാണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ ഉണ്ട്. നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മളായിരിക്കുന്നിടത്ത് നമുക്കെന്ത് ചെയ്യാൻ പറ്റും, എന്ത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെ ഒരു കാഴ്ചപ്പാട് എനിക്ക് ഉണ്ടാക്കി തന്നത് ഈ 1 മാസത്തെ കനഡിയൻ ട്രെയിനിങ് ആണ്. അത് പലപ്പോഴും എൻ്റെ ട്രെയിനിങ് ക്ലാസ്സുകളെ വളരെ വ്യത്യസ്തമാക്കിയിട്ടുണ്ട്. നമ്മളായിരിക്കുന്നിടത്ത് നമുക്കെന്ത് മാറ്റം വരുത്താൻ സാധിക്കും, അവിടെയാണ് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്ത് പഠിക്കുമ്പോഴും അറിയുമ്പോഴും ആ റിയൽ ലൈഫിലുള്ള ആപ്ലിക്കേഷൻ. അതുകൊണ്ട് ക്ലാസ് കഴിയുമ്പോൾ ക്ലാസ് വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് പറയാറുണ്ട്. ഞങ്ങൾ കുറേ തീരുമാനങ്ങൾ എടുത്തു, ഞങ്ങളിൽ മാറ്റങ്ങളുണ്ടായി എന്ന് ആളുകൾ പറയാറുണ്ട്. ചാനൽ കാണുന്നവരും അങ്ങനെ പറയാറുണ്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആയതുകൊണ്ട് അവർക്കത് മനസ്സിലാക്കാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും റിസൾട്ട് ഉണ്ടാക്കാനും സാധിച്ചു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, സെൽഫ് ലവ് എന്താണെന്ന് കനേഡിയൻ ജീവിതം ശരിക്കും മനസ്സിലാക്കി തന്നു. നമ്മുടെ ആവശ്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുക. ഞങ്ങളൊരിക്കൽ ട്രെയിനിങ് കഴിഞ്ഞ് ഹോട്ടലിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ കനേഡിയൻ സുഹൃത്തുക്കളും ഉണ്ട്. തിരിച്ചു പോരുന്ന വഴിക്ക് എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, കുറച്ചു നേരം വെയിറ്റ് ചെയ്യാമോ, ഞാൻ ഫ്രണ്ടിനെ കണ്ടിട്ട് ഉടനെ വരാം. ഞാൻ ഫ്രണ്ടിനെ കണ്ട് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരുന്നു. എൻ്റെ വിചാരം എന്താണെന്നോ, ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു ഹോട്ടലിലേക്ക് ഇങ്ങനെ തിരിച്ചു പോവുകയല്ലേ. ഞാൻ തിരിച്ചു ചെന്നപ്പോൾ ഒരു കനേഡിയൻ സുഹൃത്ത് എന്നോട് വളരെ ഓപ്പണായിട്ട് പറഞ്ഞു, ചെയ്തത് ശരിയായില്ല, നിങ്ങളെ വെയിറ്റ് ചെയ്തിരുന്ന ഞങ്ങളുടെ ഫ്രീ ടൈം ഒരുപാട് നഷ്ടപ്പെട്ടു. ശരിയാണ്, ഹോട്ടലിൽ ചെന്ന് റിലാക്സ് ചെയ്യാനുള്ളൊരു സമയം കാറിലിരുന്ന് അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ വരുന്ന വലിയൊരു മാറ്റം എന്താണെന്നോ, ആ സെൽഫ് ലവ് വരുമ്പോൾ ഈ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് കരുതും, ഇത്തരം ചിന്തകൾക്കൊന്നും സ്ഥാനമില്ലാതായിട്ട് മാറി.
ഈ സ്നേഹം എന്നുള്ളത് മറ്റുള്ളവർക്ക് മാത്രം കൊടുക്കേണ്ട ഒന്നല്ല, തന്നെത്താൻ സ്നേഹിക്കാനും കൂടി പഠിക്കണം എന്നുള്ള ഒരു വലിയ മെസ്സേജ് അവരുടെ പെരുമാറ്റത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. ഈ മൂന്നാമത്തെ കാര്യം എന്തായിരുന്നെന്നോ, ഡിഗ്നിറ്റി ഓഫ് ലേബർ. ഏത് തൊഴിലിനും മാന്യതയുണ്ട്. ഞങ്ങൾ അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചിരുന്നപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വന്നത് അവിടുത്തെ കോളേജ് പ്രസിഡൻറ്റിൻ്റെ മകളായിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് അതൊരു കൾച്ചറൽ ഷോക്കായിരുന്നു എന്ന് പറയാം. നാലാമത്തെ കാര്യമാണ് എല്ലാവരെയും തുല്യരായിട്ട് കാണുന്ന ഒരു രീതി. അതുകൊണ്ട് വർക്കിംഗ് എൻവയോൺമെൻ്റ് എല്ലാം പലപ്പോഴും വളരെ ഹാപ്പി ആയിരുന്നു. നമുക്ക് വളരെ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ആയിരുന്നു. നമുക്കെന്ത് ഓപ്പണായിട്ട് പറയാം. ഒരു പ്രോട്ടോക്കോൾ ഉണ്ടെങ്കിലും എത്ര ഉയർന്ന സ്ഥാനത്തിരുന്നവരെയും നമുക്ക് പേര് വിളിക്കാം. അവരും നമ്മളെ തുല്യരായി കണക്കാക്കി പെരുമാറുന്നു. ടീം വർക്കിനെ സഹായിക്കുന്ന ചില സ്കിൽസ് ഉണ്ടല്ലോ. നമ്മൾ എന്ത് പറയുമ്പോഴും അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. വേറൊരു അഭിപ്രായമാണ് അവർക്കുള്ളതെങ്കിൽ അത് തുറന്നു പറയുക. എന്നിട്ട് അതിൽ ബെറ്ററായിട്ടുള്ള അഭിപ്രായം സ്വീകരിക്കുക. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ ഈ കനേഡിയൻ ട്രെയിനിങ് കാരണമായി. അഞ്ചാമത്തെ കാര്യം, എനിക്ക് ട്രെയിനിങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പെരുമാറ്റത്തിലും ആശയവിനിമയത്തിലും പലതരം പെരുമാറ്റങ്ങൾ. ആ പെരുമാറ്റങ്ങളിൽ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള പെരുമാറ്റം ഏതാണ്? അസേർട്ടീവ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ എനിക്കൊരു വ്യക്തി എന്നുള്ള നിലയിൽ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ താങ്കളുടെ സ്വാതന്ത്ര്യത്തെയും ഞാൻ ബഹുമാനിക്കുന്നു. എൻ്റെ കൈക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അപരൻ്റെ മൂക്കിൻ്റെ തുമ്പ് ആരംഭിക്കുന്നിടത്ത് എൻ്റെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു എന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുക. അത് നമുക്ക് പലപ്പോഴും പല റിലേഷൻഷിപ്പിലും സാധിക്കാറില്ല. പ്രോട്ടോക്കോൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഒരു ചുറ്റുപാടിൽ നമ്മളെപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നം നോ പറയാനുള്ള ബുദ്ധിമുട്ടാണ്. മറുഭാഗത്ത് നോ പറയാൻ ബുദ്ധിമുട്ടുള്ളവരെ ചൂഷണം ചെയ്യുന്ന ആളുകളുമുണ്ട്. ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കാനുള്ള ഒരു ട്രെയിനിങ്ങാണ് അസേർട്ടീവ്നെസ് ട്രെയിനിങ്. അതുപോലെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഫീലിങ്സ് ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യുക, മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യുമ്പോൾ അപ്രോപ്രിയേറ്റായിട്ട് എങ്ങനെ കറക്റ്റ് ചെയ്യാം. ഇങ്ങനെ പല കാര്യങ്ങൾ ആ ട്രെയിനിങ്ങിലുണ്ടായിരുന്നു കേട്ടോ. അത് ജീവിതത്തിൽ ഒരുപാട് പ്രയോജനപ്പെട്ടു. നോ പറയേണ്ടടുത്ത് നോ പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അത് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം, അത് ഔചിത്യപൂർവമായിരിക്കണം എന്നുള്ള ഒരു ബോധം മനസ്സിലുണ്ടാകാനും ഈ ട്രെയിനിങ് കാരണമായി. ആറാമത്തെ കാര്യം, ഓണസ്റ്റി ആൻഡ് സിൻസിയറിറ്റി. സത്യസന്ധതയും ആത്മാർത്ഥതയും. അതെല്ലാ കാര്യങ്ങളിലും അവർ ഹൈലൈറ്റ് ചെയ്യുന്ന ക്വാളിറ്റിയാണ്. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറയില്ലേ, അതുപോലെ നമ്മളെ സൂപ്പർവൈസ് ചെയ്യാൻ ആരും ഇല്ലാത്ത അവസരങ്ങളിൽ നമ്മൾ ഉഴപ്പുക. ഇതൊന്നും അവരുടെ പ്രവർത്തന ശൈലിയിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏഴാമത്തെ കാര്യം, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള റിസോഴ്സ് സമയമില്ലേ. ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ സൂപ്പറായിരുന്നു. ഞങ്ങളെ ഒരിക്കൽ ഞങ്ങളുടെ കനേഡിയൻ സുഹൃത്ത് റിച്ചാർഡ് ഹാംപ്റ്റൺ അങ്ങോരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വൈകുന്നേരം 5 മണിക്ക് അപ്പാർട്ട്മെൻറ്റിൽ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ആ ക്ലോക്കിൽ 5 മണി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മീറ്റിങ്ങുകൾ കൃത്യസമയത്ത് തുടങ്ങുക മാത്രമല്ല, കൃത്യസമയത്ത് അവസാനിക്കുകയും ചെയ്യും. അവരൊരു എയർ ടൈം, ഓരോ കാര്യവും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സമയം പോലും എത്രയായിരിക്കണം, അതിലൊക്കെ അവർ കൃത്യത പാലിച്ചിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ മീറ്റിംഗ് അവസാനിക്കുന്നത് കണ്ടിട്ടില്ലേ, ഓരോരുത്തർ പോയി മീറ്റിംഗ് വിൽ കം ടു എ നാച്ചുറൽ എൻഡ്. അങ്ങനെയല്ല, അതിന് പകരം മീറ്റിംഗ് അവസാനിപ്പിക്കുന്ന സമയത്തിനും ഒരു കൃത്യത ഉണ്ടായിരുന്നു. സമയം ആരുടെയും പാഴായി പോകരുതെന്ന് നിർബന്ധമുള്ള ഒരു പ്രവർത്തന ശൈലി അതവർക്കുണ്ടായിരുന്നു. എട്ടാമത്തെ കാര്യമാണ് ഈ പ്രൊഫഷണലിസം എന്ന് പറയും. എന്ത് കാര്യം ചെയ്യുമ്പോഴും സിസ്റ്റമാറ്റിക്കായി മികവോടുകൂടി ചെയ്യുക. ചെറിയൊരു കാര്യം നടത്തുകയാണെങ്കിൽ പോലും അതിനെപ്പറ്റി പ്ലാൻ ചെയ്യുക. എങ്ങനെ തുടങ്ങണം, ഓരോ കാര്യം ചെയ്യാൻ എത്ര സമയം വേണം, എന്നാണ് അവസാനിപ്പിക്കേണ്ടത്, അതിനിടയിൽ എത്ര സ്റ്റെപ്സ് ഉണ്ട്, ഓരോ സ്റ്റെപ്പിനും എത്ര സമയം വേണം, അതിനെ നമുക്ക് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു സ്റ്റെപ്പ് പോലും വിട്ടുപോകാതെ കൃത്യമായിട്ട് ഓർഡറിൽ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നതിനെയാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ഒമ്പതാമത്തെ കാര്യം, അതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നിയാലും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന. നിങ്ങളുടെ സാമീപ്യം ഞാൻ അറിയുന്നു എന്ന് കാണിക്കുന്ന ഒരു ചെറിയ ജെസ്ചർ. ആളുകളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയുക, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. പിന്നെ അവരുടെ കൾച്ചറിൽ അവർ ഹഗ് ചെയ്യും, കിസ് ചെയ്യും. അതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പരിഗണനകളുടെ ഭാഗമാണ്. അത് ഇഷ്ടം പോലെ കൊടുക്കുക. അവരുടെ ഡിക്ഷണറിയിൽ തന്നെ ഒരുപാട് പോസിറ്റീവ് വാക്കുകളുണ്ട്. അപ്പോൾ അതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും.
നമ്മൾ നല്ല കാര്യം ചെയ്താൽ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കില്ല. നമ്മളെ കാണുമ്പോൾ അവരെന്തായാലും ഗുഡ് മോർണിംഗ് പറയും. അത് വളരെ നല്ല ശീലങ്ങളായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തു, വീടിൻ്റെ അവിടെ എത്തി ഇറങ്ങി ഇങ്ങ് പോരും. പക്ഷേ അവരൊരു താങ്ക് യു കൊടുക്കാതെ ഒരിക്കലും വരില്ല. അതുപോലെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ ബസ് ഡ്രൈവറോട് താങ്ക് യു പറയും. അങ്ങനെ ഏതൊരാളെയും പരിഗണിക്കുന്ന ഒരു രീതി, അത് അവരിൽ നിന്നും പഠിച്ച വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ 1 മാസത്തെ ട്രെയിനിങ് കൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പഠിച്ചത്, നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പ്രായോഗികമാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ജീവിതത്തെ കുറച്ചും കൂടി ലളിതമായി കാണുന്ന ഒരു കാഴ്ചപ്പാട്, ജീവിതത്തെ വളരെ ലളിതമാക്കുന്ന കാഴ്ചപ്പാടുകൾ ഉണ്ടാകാൻ ഈ കനേഡിയൻ ട്രെയിനിങ് വലിയൊരു കാരണമായി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീലിംഗ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ സ്ഥാപനത്തിനോടും അന്ന് പ്രിൻസിപ്പലായിരുന്ന മാധവൻ സാറിനോടും അന്ന് കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരോടും എല്ലാവരോടും ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.